ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പൈത്തൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഡാറ്റ ടൈപ്സ് എന്താണെന്നാണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻപുട്ട് ഫംഗ്ഷനും ടൈപ്പ് കൺവേർഷനും എന്താണെന്നാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നേരത്തെയൊക്കെ നമ്മൾ ഒരു വേരിയബിളിൻ്റെ അകത്ത് വാല്യൂ കൊടുത്തിരിക്കുന്നത് മാനുവലി അസൈൻ ചെയ്തിട്ടാണ്. ഇപ്പം നെയിം ഇസിക്കൽ ടു മെസ്സി എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നത് മാനുവലി ഞാൻ തന്നെ കൊടുത്ത വാല്യൂ ആണിത്. മാനുവലി നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തേ. ഇനി നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ മെസ്സി എന്ന് പറഞ്ഞു വന്നത്. അപ്പം ഈ നെയിം കറക്റ്റായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇത് ഇനിയിപ്പം നമുക്ക് മാനുവലി കൊടുക്കേണ്ട, അല്ലാതെ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു വാല്യൂ എടുക്കണമെന്ന് വിചാരിച്ചോ, നെയിം ഇസിക്കൽ ടു, അതിനാണ് നമ്മൾ ശരിക്കും ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഞാൻ കാണിച്ചു തരാം. ഇൻപുട്ട് ഓഫ്, ഇതാണ് ഇൻപുട്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ്. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് കൊടുക്കുന്നതും നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ആയി കാണിക്കും. എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എൻ്റർ യുവർ നെയിം, അപ്പം നമ്മുടെ സ്ക്രീനിൽ ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞ്. എന്നിട്ട് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യുന്നത് നേരെ പോയി വേരിയബിളിൻ്റെ അകത്തോട്ട് സ്റ്റോർ ആവും, നെയിം എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ബിട്ട് ഓഫ് എൻ്റർ യുവർ നെയിം ഇവിടെ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു വന്നത്. നമ്മൾ ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുത്ത് ഇൻപുട്ടിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ പേര് കൊടുക്കാം. അമൽ, മെഷീന് പേര് കൊടുത്തു. അപ്പം കണ്ടോ ഇവിടെ മെസ്സി എന്ന് പറഞ്ഞ പ്രിൻ്റ് ആയത്. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇൻപുട്ട് ഓഫിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഇത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, അത് നേരെ പോയി ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ആവും. അപ്പോൾ നെയിമിൻ്റെ അകത്ത് എന്താവും, നമ്മൾ കൊടുത്ത പേര് വന്ന് ഏതാ മെസ്സി. എന്നിട്ട് പ്രിൻ്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കാൻ നേരത്ത് എന്തായി, ഈ നെയിമിൻ്റെ അകത്ത് എന്തോ ഇപ്പോൾ ഇരിക്കുന്നത് മെസ്സി, അപ്പോൾ അത് പ്രിൻ്റായി. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നെയിം മാറ്റിയിട്ട് നമുക്ക് സിറ്റി നോക്കാം. സിറ്റി ഈസ് ഈക്വൽ ടു എൻ്റർ യുവർ സിറ്റി, എന്നിട്ട് പ്രിൻ്റ് ഓഫ് സിറ്റി. പ്രിൻ്റ് ഓഫ് സിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ സിറ്റിന്ന് നമുക്ക് എൻ്റർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൊല്ലം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സിറ്റി പ്രിൻ്റ് ആയത് കൊല്ലം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് ഇൻപുട്ട് ഫംഗ്ഷൻ്റെ യൂസേജ്. ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം നോക്കാം. ഇപ്പം ഏജ് നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. ഏജ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ ഏജ്. ഇനി പ്രിൻ്റ് ഓഫ് എന്താണ്, മൈ ഏജ് ഈസ് അല്ലെങ്കിൽ വേണ്ട, പ്രിൻ്റ് ഏജിൻ്റെ കൂടെ ഒരു 5 കൂടെ ആഡ് ചെയ്ത് കാണിക്കാൻ പറയാം. അപ്പം നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഏജ് എൻ്റർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏജ് എൻ്റർ ചെയ്ത് കൊടുക്കാം. 25 കൊടുക്കാം. ഇവിടെ കണ്ടോ ഒരു എറർ വന്നത്, ഏജ് +5 എന്ന്.
ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കത്തില്ലേ, ഇൻപുട്ടായിട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന എപ്പോഴും സ്ട്രിങ് ആയിരിക്കും. ഇത് കണക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ കീബോർഡിൽ നിന്ന് അതെപ്പോഴും സ്ട്രിങ് ആയിട്ടായിരിക്കും സ്റ്റോർ ആവുന്നത് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന വാല്യൂ എപ്പോഴും സ്ട്രിങ് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. പ്രിൻ്റ് ഓഫ്, നമുക്ക് ടൈപ്പ് നോക്കാം. ടൈപ്പ് ഓഫ് ഏത് ഡാറ്റ ടൈപ്പാണെന്ന് നോക്കാം. നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷനിൽ നിന്ന് എടുത്തത് ഇൻ്റീരിയർ റീച്ച്, നമ്മൾ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് 24. പക്ഷേ ഇത് വന്നുണ്ട് ഏതിലാണെന്ന്, സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് വന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന എല്ലാ വാല്യൂസും സ്ട്രിങ് ഫോർമാറ്റിലായിരിക്കും പോയി സ്റ്റോർ ആവുന്നത് വേരിയബിളിൻ്റെ അകത്ത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ ട്രൈ ചെയ്യാൻ നേരത്തെ എറർ വന്നത്. ഒരിക്കലും നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ കൂടെ നമ്പർ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല, മനസ്സിലായോ? അതാണ് നമുക്ക് എറർ വന്നത് അവിടെ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആണ് നമ്മൾ ടൈപ്പ് കൺവേർഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്പറിലോട്ടാക്കണമല്ലോ നമുക്ക് ഏജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി. അപ്പം ഇൻ്റ് എന്ന് പറയുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻ്റ് കൺവേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രിങ്ങിൻ്റെ അകത്തല്ലേ ഈ ഫോർമാറ്റ് ഇരിക്കുന്നത്, അത് ഇൻറ്റിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്പർ ഫോർമാറ്റിലായി ഏജിൻ്റെ അകത്ത് പോയി സ്റ്റോർ ആവും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. പ്രിൻറ്റ് ഏജ് +5. റൺ കൊടുത്ത് നോക്കാം. ഇൻ്റീരിയർ ഏജ് 25. എൻ്റർ കൊടുക്കാം. ഇവിടെ കണ്ടോ ഇപ്പം 30 വന്നത്. അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ സ്ട്രിങ് ആയിരുന്നു, അതിപ്പം നമ്മൾ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇൻറ്റ് ഉപയോഗിച്ച്. അപ്പോൾ എന്തായി, അതൊരു നമ്പർ ഫോർമാറ്റിലായി ഇൻറ്റ് ഡാറ്റ ടൈപ്പായി. എന്നിട്ടത് ഏജിൻ്റെ അകത്തോട്ട് പോയി സ്റ്റോറായി. ഇനി നമ്മളിപ്പോൾ ഇത് ഏത് ടൈപ്പ് ഡാറ്റയാണ്, നമ്പറല്ലേ. അപ്പോൾ ഇവിടെ ഒരു നമ്പർ ഏതാ നമ്മൾ കൊടുത്ത 25 പ്ലസ് നമ്പറായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്പരും ആഡ് ചെയ്യാം, നമ്പർ സ്ട്രിങ് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് 25 + 5 ഇവിടെ 30 വന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് വേറെ ടൈപ്പ് കൺവേർഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പം ഹൈറ്റ് = നമുക്ക് ഫ്ലോട്ടിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഹൈറ്റ് ഫ്ലോട്ട് ഓഫ് എൻ്റർ യുവർ ഹൈറ്റ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഹൈറ്റ് ഇവിടെ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ആവും, സ്ട്രിങ്ങിൽ നിന്ന് മാറി. നമ്മൾ ഇൻപുട്ട് കൊടുക്കണം, ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുക്കണം. ഫ്ലോട്ടിൻ്റെ അകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ. കണ്ടോ? ഇനി നമുക്ക് ഏത് ടൈപ്പാണെന്ന് നോക്കാം. നമുക്ക് ടൈപ്പ് ഓഫ് ഹൈറ്റ് നോക്കാം. ഇനി നമുക്ക് പ്രിൻ്റ് ഹൈറ്റിൻ്റെ കൂടെ ഒരു വാല്യൂ കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഹൈറ്റ് +5 നോക്കാം. ഹൈറ്റ് നമുക്ക് 170.8 കൊടുക്കാം. ഇവിടെ കണ്ടോ 170.8 എന്ന് പറയുന്നത് ഫ്ലോട്ടായിട്ട് കൺവേർട്ടായി. അതൊരു നമ്പറായി, ഇപ്പം ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറാണ്, ഡെസിമൽ പോയിൻ്റുള്ള. അത് നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് സ്റ്റോറായി. ഇനി നമ്മളത് ഏത് ടൈപ്പാണെന്ന് നോക്കിയിട്ടുണ്ട്, ഏത് ഡാറ്റ ടൈപ്പാണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഫ്ലോട്ടാണെന്നുള്ള. ഇനി അതിൻ്റെ കൂടെ, കാരണം ഇതും നമ്പറാണ് ഇതും നമ്പറാണ്, നമ്പരും തമ്മിൽ നമുക്ക് എപ്പോഴും ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ ആ വാല്യൂ വന്നത് 175.8. ഓക്കെ,
ഇനി അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു ടൈപ്പ് കൺവേർഷൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഏജ് എന്ന് പറയുന്ന ഒരെണ്ണത്തിൻ്റെ അകത്തോട്ട് നമ്മൾ മാനുവലി 25 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്ത് ഏജ്. ഇനി നമ്മൾ കൊടുക്കണം പ്രിൻറ്റ് മൈ ഏജ് ഈസ് പ്ലസ് ഏജ് കൊടുക്കാം. ഇവിടെ എറർ ഒന്നും ഉണ്ടോ? കാരണം എന്ന് പറഞ്ഞാൽ ഈ 25 എന്ന് പറയുന്നത് നമ്മൾ മാനുവൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഇതൊരു സ്ട്രിങ് ആണ്. ഈ വാല്യൂ സ്ട്രിങ്ങിൻ്റെ കൂടെ നമ്മൾ അഡീഷൻ ചെയ്യാൻ നോക്കുക ഒരു നമ്പർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ട്രിങ്ങിൻ്റെ കൂടെ ഒരു നമ്പർ ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രിങ്ങിൻ്റെ കൂടെ സ്ട്രിങ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, str സ്ട്രിങ്ങിലോട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്യാം. ഈ ഏജ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കിടക്കുന്ന വാല്യൂ. ഇനി നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ഡിബഗ് അപ്പം കണ്ട മൈ ഏജ് 25 എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഇതാണ് സ്ട്രിങ് ടൈപ്പ് കൺവേർഷൻ്റെ കൂടെ ഉള്ള ഉപയോഗം. ഇനി നമുക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് നെയിം എടുക്കാം. നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് enter your name. ഓക്കെ. ഇനി അടുത്ത ഏജ് കൊടുക്കാം. ഏജ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് enter your age. ഇത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുക്കണം. ഇനി അടുത്ത സിറ്റി ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് enter your സിറ്റി കൊടുക്കാം. നെയിം ഏജ് സിറ്റി നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് തന്നെ എല്ലാം പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഈ പ്രിൻ്റ് ഓഫ് നമ്മൾ കൊടുക്കുന്ന മൈ നെയിം ഈസ് പ്ലസ് നമുക്ക് നെയിം കൊടുക്കാം. ഓക്കെ. ഇനി അടുത്ത പ്രിൻ്റ് മൈ ഏജ് ഈസ് പ്ലസ് str സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം ഏജ്. ഇനി പ്രിൻ്റ് my city is plus city. ഓക്കെ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒരു കോളം കൊടുക്കാം ഒരു വൃത്തിക്ക് വേണ്ടി. സിറ്റിക്കും കൊടുക്കാം, കൊടുക്കാം. ഇവിടെ ഇപ്പം നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയിം കൊടുക്കാം. അമലെന്ന് പറഞ്ഞ് കൊടുക്കാം. ഏജ് ചോദിച്ചിട്ടുണ്ട്, നമുക്കൊരു 35 കൊടുക്കാം. സിറ്റി ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കൊല്ലം കൊടുക്കാം. ഇവിടെ ഇപ്പം കണ്ടോ വന്നത് മൈ നെയിം ഈസ് അമൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
പിന്നെ മൈ ഏജ് ഇസ് 35 എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈ സിറ്റീസ് കൊല്ലം എന്ന് പറഞ്ഞും വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ടൈപ്പ് കൺവേർഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എന്തായാലും നിങ്ങൾ ഈ പ്രോഗ്രാംസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം എന്തായാലും അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അൻറ്റിൽ ദെൻ ബൈ.